ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് അക്കൗണ്ടൻസി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ക്ലാസ് റൂമിൽ വെച്ച് ക്ലാസ് എടുക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ്. അതുകൊണ്ട് ഇന്നത്തെ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട്. അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് ഈ ഒരു രീതിയിലുള്ള ക്ലാസ് നമുക്ക് പ്രയാസകരമാണ്. കാരണം നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി എന്നുള്ളത്. കൊമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ് അക്കൗണ്ടൻസി. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അക്കൗണ്ടൻസിയാണ്. സാധാരണ പല ആൾക്കാരും സൂചിപ്പിക്കുന്നതാണ് അക്കൗണ്ടൻസി എന്നത് ഒരു മാത്തമാറ്റിക്സ് ആണ് എന്നത്. ഒരിക്കലും അക്കൗണ്ടൻസി എന്നത് ഒരു മാത്തമാറ്റിക്സ് അല്ല. മാത്തമാറ്റിക്സിൻ്റെ ചില ഭാഗങ്ങൾ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ അഡിഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ അക്കൗണ്ടൻസിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻസി എന്നുള്ളത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് അക്കൗണ്ടൻസി എന്നുള്ളത്. അതുകൊണ്ട് അക്കൗണ്ടിങ് കൺസിഡർ ആസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇടപാടിൻ്റെയും കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ഓരോ വർഷാവസാനവും ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വിശകലനം നടത്തി ലാഭമാണോ നഷ്ടമാണോ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുമാണ് ഇവിടെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അക്കൗണ്ടൻസിയുടെ പ്രാധാന്യം എന്നുള്ളത്. അക്കൗണ്ടൻസി ഒരു മനുഷ്യന്മാർ എത്രത്തോളം മുമ്പ് ജീവിച്ചിരുന്നവ അത്രത്തോളം പഴക്കം അക്കൗണ്ടൻസിക്കുമുണ്ട്. അന്ന് അവർക്ക് അറിയുന്ന രീതിയിൽ രേഖപ്പെടുത്തി, ഇന്ന് അതിൽ മറ്റൊരു രീതിയിൽ രേഖപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അന്നും പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ അവർ തമ്മിൽ നടന്നിരുന്നു. ട്രാൻസാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എക്സ്ചേഞ്ച്, സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുകയാണ്. അതിന് പകരം എന്ത് ചെയ്യുന്നു, മറ്റൊരു സാധനമോ അല്ലെ ബാട്ടർ സിസ്റ്റം ഒക്കെ അന്ന് നിലനിന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്ന രീതിയിൽ പല ബുക്കുകളിലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ രേഖപ്പെടുത്തിയിരുന്നു. ഈ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കൗടില്യയാണ്. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്ര ബുക്കിൽ അക്കൗണ്ടൻസിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ദി ആർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്നതിനെ കുറിച്ചാണ് അതിൽ സൂചിപ്പിച്ചത്. പിന്നീട് 1494 അക്കൗണ്ടൻസിയെ കുറിച്ച് സൂചിപ്പിച്ചത് ലൂക്ക പാസിയോളിയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. 1494 ലൂക്ക പാസിയോളി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അതായത് ഇന്നത്തെ ഒരു രീതിയിലേക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ലൂക്ക പാസിയോളിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ആ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്
നമ്മൾ മീനിങ്, ഡെഫിനിഷൻ, ഫങ്ഷൻസ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, ഇൻഫർമേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, റോൾ ഓഫ് അക്കൗണ്ടിങ്, ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട്സിൽ എഴുതിയ ആദ്യ ഭാഗം നമുക്ക് നോക്കാം. ആ നോട്ട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് നോക്കാം. നോട്ട്സിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. Accounting is an information system which receives data input, process the same and give its output the form of information which is useful for decision making. Accounting is an information system. Accounting എന്നുള്ളത് എന്താണ്? ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. എങ്ങനെയാണ് ഈ അർത്ഥവത്തായിട്ട് വാക്കുകൾ കിട്ടുന്നത്? വിച്ച് റിസീവ്സ് ദ ഡാറ്റ ഇൻപുട്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നു. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ സ്വീകരിച്ച് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്താനുള്ളതാണ്. പ്രോസസ് ദി സെയിം ഡാറ്റ. നമ്മൾ ആ സ്വീകരിച്ച ഡാറ്റേൻ്റെ പ്രോസസ്സ് സംസ്കരിച്ചെടുക്കുന്നു. എവിടെയാണോ എഴുതേണ്ടത് അത് രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണോ അത്തരം കാര്യങ്ങൾ കൂട്ടേണ്ടത് കൂട്ടുകയും കുറയ്ക്കേണ്ടത് കുറയ്ക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഇവിടെ പ്രോസസ് ദി സെയിം ഡാറ്റ. അതാ സംസ്കരിക്കുന്നു. നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ഡാറ്റയെ സംസ്കരിക്കുന്നു. ആൻഡ് ഗീവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദി ഫോം ഓഫ് ഇൻഫോർമേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. അതാ മീനിങ് ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നു. വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അത് ആ ബിസിനസ്സിൻ്റെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷനായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡാറ്റ ഇൻപുട്ടുകൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. അങ്ങനെ ആ കമ്പ്യൂട്ടറിന് നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ 2+2 അല്ലെങ്കിൽ 2+3 എന്നുള്ള ഒരു ഡാറ്റ കൊടുക്കുന്നു. ആ ഡാറ്റ കിട്ടിയാൽ പിന്നെ പ്രോസസ് ദ ഡാറ്റയാണ്. അവിടെ എന്ത് ചെയ്യുന്നു? സംസ്കരിച്ചെടുക്കുകയാണ്. അതിൻ്റെ ALUയിലോ മെമ്മറിയിലോ പോയിട്ട് എന്ത് ചെയ്യുന്നു? അത് സംസ്കരിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു? അത് സംസ്കരിച്ച് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. അവിടെ ഇൻപുട്ട് CPU, ദെൻ ഔട്ട്പുട്ട്, ആ ഒരു പ്രോസസ്സ്. അതേമാതിരിയാണ് ഇവിടെ അക്കൗണ്ടൻസിൽ എന്തുണ്ട്? റിസീവ്സ് ഡാറ്റ ഇൻപുട്സ്. ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. ആൻഡ് പ്രോസസ് ദി സെയിം ഡാറ്റ. ആ സ്വീകരിച്ച ഡാറ്റയെ സംസ്കരിച്ചെടുക്കുന്നു. ആൻഡ് ഗിവ് ഇറ്റ്സ് ഔട്ട്പുട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനൊരു അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാക്കി മാറ്റുന്നു. ആർക്ക് വേണ്ടി? വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ട്സ്. ആ അക്കൗണ്ട്സ് സംബന്ധമായിട്ടുള്ള യൂസേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അത് പാസ് ചെയ്യുന്നു, ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് അക്കൗണ്ടിങ് ഇസ് ഓൾസോ കോൾഡ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജാണ് ഏത് പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്നുള്ളത്. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു അർത്ഥപൂർണ്ണമായിട്ടുള്ള വിവരങ്ങളാക്കി മാറ്റുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? യൂസേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജാണ്. അത് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഏതിലൂടെയാണ്? അക്കൗണ്ടൻസിലൂടെയാണ്. അത് പല ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ഷോസ് ദി പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് ഇൻക്വയറിംഗ് ഡ്യൂറിംഗ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഓരോ വർഷവും ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നു. അപ്പം ഇതാണ് എൻ്റെ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ കൂടെ നമുക്കറിയാം ഫാദർ ഓഫ് അക്കൗണ്ടിങ് നേരത്തെ കാണിക്കുകയുണ്ടായി. ലൂക്ക പാസിയോളിയാണ്. ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് അദ്ദേഹം. ഇറ്റലിയിലെ ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു അദ്ദേഹം. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ലൂക്ക പാസിയോളെ അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം നോട്ട്സിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഡെഫിനിഷൻ എന്നുള്ളത്. ആ ഡെഫിനിഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത് AICP എന്നുള്ളതാണ്. AICPയെ എക്സ്പാൻഡ് ചെയ്യാനുണ്ടാവും. എക്സ്പാൻഡ് AICPയെ.
ഒരു മാർക്കിന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് AICPA. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നുള്ളതാണ് അതിൻ്റെ രൂപം. അതാ AICPA എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഹാസ് ഡിഫൈൻഡ്, അവരെന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു അക്കൗണ്ടിങ്ങിനെ കുറിച്ച്. എന്താ അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് എ ആർട്ട്. അക്കൗണ്ടിങ് എന്നുള്ളത് ഒരു ആർട്ടാണ്, അഥവാ കലയാണ്. ഓഫ് റെക്കോർഡിങ്, എന്ത് ചെയ്യുന്നു, ആ കലയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നാൽ അത് റെക്കോർഡ് ചെയ്യുന്നു, അക്കൗണ്ട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ക്ലാസിഫൈ, അതിനെന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ, തരംതിരിക്കുന്നു. ഓരോ ഹെഡിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പ്രത്യേക ഹെഡിലേക്ക് ക്ലാസിഫൈ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ക്ലാസിഫൈ തരംതിരിക്കുന്നു. ആൻഡ് സമ്മറൈസിങ്, അതാ എന്ത് സമ്മറൈസ് ചെയ്യുന്നു, അതാ ചുരുക്ക രൂപത്തിലേക്ക് മാറ്റുന്നു. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ഒരു പ്രത്യേക രൂപത്തിൽ, ഏതുമായി ബന്ധമുള്ള, ഇൻ ടേംസ് ഓഫ് മണി, അതാ പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ, എങ്ങനെ പണവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്, ഇടപാടുകളാണ്, ഇവൻറ്റ്സ് സംഭവങ്ങളാണ്. അതാ ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, എന്തായിരിക്കും, ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും, ഫിനാൻഷ്യൽ സാമ്പത്തിക സ്വഭാവമുള്ളതായിരിക്കും അത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ താഴെ വരുന്നുണ്ട്. ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവമുള്ളത്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്, ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്, അതിനെ ഇൻ്റർപ്രട്ടേഷൻ ചെയ്യുന്നു. അപ്പോൾ അപഗ്രഥനം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നു. റിസൾട്ട്സ് ദെയർ ഓഫ്, എന്താണ്, നമുക്കൊരു പ്രോഫിറ്റോ ലോസോ ഉണ്ടാവും. എന്നിട്ട് ചെയ്യുന്നു, അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുന്നു, ലാഭമാണോ നഷ്ടമാണെന്നുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു. അതാണ് എന്ത് ചെയ്തത്, AICPA അക്കൗണ്ടൻസിയെ കുറിച്ച് ഡിഫൈൻ ചെയ്ത്. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഹാസ് ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് എന്നൊരു കലയാണ്, അത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ, എന്നിട്ട് തരംതിരിക്കുന്നു. ആ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഓരോ ഹെഡിൽ വരുന്ന കാര്യങ്ങൾ ആ ഒരു ഹെഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് സമ്മറൈസ്, അതിൻ്റെ ചുരുക്ക രൂപത്തിലേക്ക് മാറ്റുന്നു. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ, അതിൽ എന്ത് ചെയ്യുന്നു, പണവുമായിട്ട് ബന്ധപ്പെട്ട് അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷനുകൾ, ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അത്തരം കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ആർ നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പണമായിട്ട് ബന്ധപ്പെട്ട് അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എവിടെ രേഖപ്പെടുത്തില്ല, അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. ലീസ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, അതിന് എന്ത് സ്വഭാവമായിരിക്കണം, ഫിനാൻഷ്യൽ ക്യാരക്ടർ, അത് സാമ്പത്തിക സ്വഭാവം ഉണ്ടായിരിക്കണം. അതാ മോണിറ്ററി ടേംസ് എന്നുള്ള തന്നെ അവിടെയും പറയണേ. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഒരു കൺക്ലൂഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ അപഗ്രഥനം, അല്ലെങ്കിൽ ഒരു ആശയം, അല്ലെങ്കിൽ ഒരു ഐഡിയ, അതൊക്കെയാണ് എന്ത് ഇൻ്റർപ്രറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലാഭമാണ് നഷ്ടം എന്നുള്ളതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇതാണ് ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങൾ എന്താണല്ലോ ഒന്നുകൂടി നോക്കാം. ഇവിടെ എൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രോസസ് ചെയ്ത ഡാറ്റ ഔട്ട്പുട്ട് കിട്ടിയാൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഒന്ന് അതിൽ ഡെഫിനിഷനിൽ പറഞ്ഞ എന്താണ്, അക്കൗണ്ടിങ് ആർട്ട്, ഒരു ആർട്ടാണ്, കലയാണ്. അതിലൊന്ന് പറഞ്ഞ റെക്കോർഡിങ്, എൻറ്ററിങ് ദി ട്രാൻസാക്ഷൻ, എന്താണ് അവിടെ ഡാറ്റ എൻട്രി ചെയ്യാണ്. അത് അക്കൗണ്ട് ബുക്കിൽ എന്ത് ചെയ്യുന്നു, ഡേറ്റ്, അവന് അക്കൗണ്ട് ഏതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എമൗണ്ടും ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാണ്. ആ ഡെഫിനേഷനിൽ ആദ്യം പറഞ്ഞ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണേ, ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എവിടെ റെക്കോർഡ് ചെയ്യാം, അക്കൗണ്ട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ക്ലാസിഫൈ, തരംതിരിക്കുന്നു. അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അസറ്റുമായി ബന്ധപ്പെട്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു, ലയബിലിറ്റിയായി ബന്ധപ്പെട്ട് ലയബിലിറ്റി കാണിക്കുന്നു, എക്സ്പെൻസ്, ദെൻ റവന്യൂ. ഓരോ ഹെഡിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, അതത് ഹെഡിലേക്ക് തരംതിരിച്ചെടുക്കുകയാണ്. രണ്ടാമത് നമ്മൾ ആ ഡെഫിനിഷനിൽ പഠിച്ചത്. മറ്റൊന്ന് എന്താണ്, സമ്മറൈസേഷൻ, ചുരുക്ക രൂപത്തിലേക്ക് മാറ്റുന്നു.
അതാ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ അക്കൗണ്ട്സിൽ എഴുതിയ കാര്യങ്ങളിൽ എത്രയാണോ ടോട്ടൽ വരുന്നത് അത് മാത്രം രേഖപ്പെടുത്തുകയാണ് സമ്മറൈസേഷൻ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ എഴുതുക. ഇത് നേരത്തെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ചുരുക്ക രൂപമാണ്. അതിനെയാണ് ഇവിടെ സമ്മറൈസിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ സിഗ്നിഫിക്കൻ്റ് മാനർ, പ്രത്യേക ഓർഡറിൽ നെയിം ഉണ്ടാവും, അക്കൗണ്ട്, എക്സ്പെൻസ്, ഡേറ്റ്, എമൗണ്ട്, ഒരു പ്രത്യേക ഓർഡറിൽ സിഗ്നിഫിക്കൻ്റ് മാനർ. ദെൻ ഇൻ ടേംസ് ഓഫ് മണി, പണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. ദെൻ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്, എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രാൻസാക്ഷൻ ഇടപാട് നടക്കുന്നുണ്ട്. ബിസിനസ്മാൻ എന്തെങ്കിലും കസ്റ്റമറുമായിട്ട് ഒരു ഇടപാട് നടക്കുന്നു. അപ്പോൾ അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകളെയാണ്. രണ്ട് തരം ഇടപാടുകളുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, അതിന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങുന്നു, ക്യാഷ് കൊടുക്കാതെയും വാങ്ങാം. അതിനെയാണ് ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളത്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടറാണ്. എന്തിനോ ഫിനാൻഷ്യൽ ക്യാരക്ടർ, അതായത് സാമ്പത്തിക സ്വഭാവമുള്ളതായിരിക്കണം എന്നുള്ളത്. സമ്പത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് കൊടുത്തിട്ടുള്ള ഒരു ഇടപാടായിരിക്കണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയറോഫ്, അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ലാഭം കൂടുതലാണോ കുറവാണോ, ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം കൂടുതലാണോ കുറവാണെന്നുള്ളത് എന്തെങ്കിലും അനലൈസ് ചെയ്യുന്നു. നമുക്ക് ഈ വർഷം കിട്ടിയ ലാഭം കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ഉണ്ടോ അല്ലെങ്കിൽ കുറവാണോ, അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വിശകലനം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദി റിസൾട്ട്. ഇതിനെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു ടു ദി വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത അതിൽ സൂചിപ്പിച്ചത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ പറഞ്ഞാണ്, ഒന്ന്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇറ്റ് ഈസ് ഒറിജിനലി ഡൺ ഇൻ എ ബുക്ക് കോൾഡ് ജേണൽ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അത് ബിസിനസ്സിൽ പല കാര്യങ്ങളും എന്തിന് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ക്യാരക്ടർ, അതാ സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു, അതാ ജേണലിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ ഫസ്റ്റ് രേഖപ്പെടുത്തുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ എന്ന്. അപ്പോൾ ആ ഒരു ജേണലിലാണ് നമ്മൾ എന്തിന് രേഖപ്പെടുത്തുക, ആദ്യം ഫസ്റ്റ് രേഖപ്പെടുത്തുക. അതാ ഇറ്റ് ഈസ് ഒറിജിനലി ഡൺ ഇൻ എ ബുക്ക് ഈസ് കോൾഡ് ജേണൽ. ആ പ്രൈമറി ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതിനിവിടെ ജേണൽ എന്ന് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഓർഡറിൽ ആ ഡേറ്റ്, പർട്ടിക്കുലേഴ്സിൽ, ദെൻ ലെഡ്ജർ, ഫോളിയോ, എമൗണ്ട്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. സിസ്റ്റമാറ്റിക് മാനർ, ഈ ഒരു ഓർഡർ സിസ്റ്റമാറ്റിക് മാനർ നമ്മൾ നേരത്തെ പറയാം ആർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ട്, ക്ലാസിഫൈ. This the activity of bringing together the item of similar nature at one place. It is done in the book is called ledger. This is the activity of bringing together the item of similar nature. ഒരേ സ്വഭാവമുള്ള ഐറ്റംസിനെ അറ്റ് വൺ പ്ലേസ്, ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാഷ്, അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേയ്മെൻറ്റ് ഒരു സൈഡിലും അതിന് റെസീറ്റ് ഒരു സൈഡിൽ വരുന്നു. അപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്യാഷ് എന്നുള്ള ഒരു ഹെഡിന് കീഴിൽ എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവന് വേറെ ഏതെങ്കിലും ഒരു അസറ്റ്, അപ്പോൾ ആ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫർണിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നു. അത് ആ ഫർണിച്ചർ എന്നുള്ള ആ സ്വഭാവത്തിൽ പെടുന്ന ഐറ്റംസിനെയാണ് നമ്മൾ എന്തിന് ഫർണിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അതോ സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്, ഒരേ സ്വഭാവമുള്ളതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദി ബുക്ക്, അതിന് നമ്മൾ ചെയ്യുന്ന ആ ബുക്കിന് പറയുന്ന പേരാണ് ലെഡ്ജർ. അപ്പോൾ ജേണൽ എന്നുള്ള എന്താണ്, റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ്. രണ്ടാമത്താണ് എന്ത്, ലെഡ്ജർ അഥവാ ക്ലാസിഫിക്കേഷൻ. ദ നെക്സ്റ്റ് സമ്മറൈസേഷൻ, ചുരുക്കരൂപ്പാണ്. പ്രസൻറ്റേഷൻ ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ മാനർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദി യൂസേഴ്സ്. അതാ യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന രീതിയിലേക്ക്
നമ്മൾ ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യവും യൂസേഴ്സിന് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് റിസൾട്ട് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ചുരുക്ക രൂപമാണ് ആർക്ക് കൊടുക്കുന്നത്, യൂസേഴ്സിന് കൊടുക്കുന്നത്. ഒരു പ്രസൻറ്റേഷൻ ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ മാനർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു യൂസേഴ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നു, യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ചുരുക്ക രൂപത്തിലേക്ക് മാറ്റുകയും ആ ചുരുക്ക രൂപമാണ് എന്ത് അവർക്ക് കൈമാറ്റം ചെയ്യുന്നത്. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതാണ് ഇവിടെ ഫൈനൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇതൊക്കെ എന്താണ് സമ്മറൈസേഷനിലാണ് ഉൾപ്പെടുന്നത്. ദെൻ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ എന്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, അപഗ്രഥനം നടത്തുന്നു, അതിനെ വിശകലനം ചെയ്യുന്നു. Make a meaningful judgment of the profitability and the financial position of the business. It explains the significance of data. നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഈ വർഷം ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതി എന്താണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, അർത്ഥവത്തായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ. ഇതെന്ത് ചെയ്യുന്നു, അതിനൊന്ന് എന്തൊക്കെയാണുള്ള വിശകലനം നടത്തുന്നത്. അവിടെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ലാഭം കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. ഓരോ വർഷവും എന്താണ്, ഓരോ ഡാറ്റ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലാഭമാണോ നഷ്ടമാണോ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനു വേണ്ടിയാണ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ. ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഇറ്റ്സ് എൻഡ് യൂസേഴ്സ് ഇൻ ടൈം. നമ്മൾ ബിസിനസ്സിൽ നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ അക്കൗണ്ട്സ് ഉപയോഗിക്കേണ്ട പല ആൾക്കാരും ഉണ്ടാവും. ബിസിനസ്സിൽ പല യൂസേഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും പല കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. Many users need financial information in order to make important decisions. This can be divided into classification. അഥവാ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സും മറ്റൊന്ന് എക്സ്റ്റേണൽ യൂസേഴ്സുമാണ്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷനാണ്. എന്താ വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്നാൽ ഒരു സ്ഥാപനത്തിന് അകത്തുള്ള ആൾക്കാരെയാണ് വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാലോ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആണ്. സ്ഥാപനത്തിന് പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയേണ്ട പല കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിൽ അവർ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സ് ആര, ഓണർ, സ്ഥാപനത്തിനകത്തുള്ള ആളാണ്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്. ഇവരൊക്കെ എന്താണ്, സ്ഥാപനത്തിനകത്തുള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഫീസർ ഉണ്ടാവും, ഓരോ ബ്രാഞ്ച് മാനേജേഴ്സൊക്കെ ഇൻറ്റേർണൽ യൂസേഴ്സിൽ ഉൾപ്പെട്ടതാണ്. നോട്ട്സിൽ വേറെ കുറേ പോയിന്റുകളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് പുറത്തെ ആൾക്കാരാണ്. ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, ബാങ്ക്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കസ്റ്റമേഴ്സ്, സെക്യൂരിറ്റി, ഇങ്ങനെ പല ആൾക്കാരും എന്ത് എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അതായത് പുറത്തുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, പുറത്തുള്ള ആൾക്കാരാണ് എന്നാൽ എക്സ്റ്റേണൽ യൂസേഴ്സ്. അങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, യൂസേഴ്സിനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോട്ട്സിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും, സെപ്പറേറ്റ് നോട്ട് ചെയ്യാൻ തന്നിരുന്നു. ഒന്ന് എന്താണ്, ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഓണർ, ഇവിടെ ഓണർ എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഓണർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് ടു നോ ദി ബിസിനസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ബിസിനസ്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഓണർ എന്ത് ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്. ഈ വർഷം ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഓണർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നു. മറ്റൊന്ന് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ്, മാനേജർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മാനേജേഴ്സ് ഉണ്ടാവും. ബ്രാഞ്ച് മാനേജേഴ്സ് ഉണ്ടാവും, അതുപോലെ ടോപ്പ് ലെവലിൽ മാനേജേഴ്സ് പല രീതിയിൽ, ചീഫ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്? ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ആൻഡ് മേക്കിംഗ് ബിസിനസ് ഡിസിഷൻസ്. അതാ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അവർ വിലയിരുത്തുന്നു.
അത് വിലയിരുത്തിയായിരിക്കും എന്ത് ചെയ്യുക ബിസിനസ്സിൻ്റെ പല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു മാനേജറാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരാണ് ബിസിനസ്സിൻ്റെ പല തീരുമാനം എടുക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കിട്ടിയാൽ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്നു. അതാണ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് നമുക്ക് പറയാം ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്. ക്രെഡിറ്റർ ഉണ്ടാവും, ബാങ്കേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്. അതാ ബിസിനസ് പല ആൾക്കാർക്കും ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും. അപ്പോൾ അത്ര ആൾക്കാരാണ് ഇവിടെ ക്രെഡിറ്റേഴ്സ് ആയാലും അതുപോലെ ബാങ്കേഴ്സ് ആയാലും അതർ ലെൻഡേഴ്സ് ആയാലും. അവരെന്താ ചെയ്യുക, ടു ചെക്ക് ദി സോൾവൻസി ഓർ ലിക്വിഡിറ്റി. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സിനായാലും എന്തെങ്കിലും ക്യാഷ് കിട്ടാണ്ടോ ബിസിനസ്സിനായില്ലേ, അതിനെ ബാങ്ക് എന്ത് ചെയ്യുക, ലോൺ കൊടുക്കും. അതുപോലെ അതർ ലെൻഡേഴ്സ് അവരും എന്ത് ചെയ്യുന്നു, ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ബാങ്ക് ലോൺ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ലെൻഡേഴ്സ് എന്തെങ്കിലും ലോൺ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുക സാധനം കടം കൊടുക്കണമെങ്കിൽ ബിസിനസ്സിന്, അപ്പോൾ ഇങ്ങനെ കടം കൊടുത്ത ആ വസ്തു തിരിച്ച് കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യുക, അപ്പോൾ തിരിച്ച് കിട്ടാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, കടം കൊടുക്കുകയുള്ളൂ. ബാങ്ക് എന്ത് ചെയ്യും, നമ്മളത് ഒരു ലോൺ വേണമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് കാര്യമില്ല. അതിനെന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ പണയപ്പെടുത്തേണ്ടി വരും. സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതി നമ്മളെ വീടിൻ്റെ പറമ്പോ അല്ലെങ്കിൽ ആധാരങ്ങളോ പണയപ്പെടുത്തേണ്ടി, അതേ രീതിയിൽ നമ്മൾ പണയപ്പെടുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് ഇത്തരം സ്ഥാപനങ്ങൾ എന്തെങ്കിലും കടം കൊടുക്കണമെങ്കിൽ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോ എന്നുള്ളതെന്ന് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ആര്, ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ മറ്റുള്ള കാര്യങ്ങൾ നോട്ട്സിൽ എഴുതിയത് ഒന്ന് എന്താണ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതാ എന്ത് ചെയ്യുന്നു, ഈ സ്ഥാപനം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും റിട്ടേൺ കിട്ടുമോ, ലാഭം ഉണ്ടാവുമോ, അപ്പോൾ ഇവർ ലാഭം നേടുന്ന ബിസിനസ്സാണോ, അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ആര്, ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റർ എന്താണ്, ബിസിനസ് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടുമോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യുക, അവരെ സാലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. നിലവിലെ സാലറി എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഇൻക്രിമെൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഈ വർഷത്തെ ഇൻഫോർമേഷൻ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സാലറിൻ്റെ ഇൻക്രിമെൻറ്റും അത്തരം ബോണസ് ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എംപ്ലോയീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ആണ് ടു ഫ്രെയിം എക്കണോമിക് പോളിസീസ് ആൻഡ് ടാക്സ് അസസ്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇത്ര ടാക്സ് കിട്ടാൻ വകയുണ്ട്, അത്തരം കാര്യങ്ങൾ അറിയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെച്ചാണ്. ഏതൊരു സ്ഥാപനം എന്ത് ചെയ്യണം, ടാക്സ് അടക്കേണ്ടതുണ്ട്. ഇന്നത്തെ എന്താണ് ടാക്സ് സിസ്റ്റം എന്താണ്, GST ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗവൺമെൻറ് യൂസ് ചെയ്യുന്നു. അതുപോലെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഉപഭോക്താവാണ്. ടു ചെക്ക് എബിലിറ്റി ടു സർവീസ് ദി പ്രൊഡക്റ്റ്. അതാ ഈ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാനില്ല, ഈ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും, സ്ഥിരത ഉണ്ടാവുക എന്നുള്ള അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർ ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്ത് ഷോപ്പിൽ നിന്ന് വാങ്ങി, തൊട്ടടുത്ത ദിവസം അവിടേക്ക് പോയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, ആദ്യ ദിവസം പോയി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ എന്തില്ല, അവിടെ സാധനങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്തില്ല, കസ്റ്റമേഴ്സ് ആ സ്ഥാപനമായിട്ട് എന്തില്ല, സഹകരിക്കില്ല. അപ്പോൾ നേരെ മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ അവിടേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കണക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവരുമായിട്ട് സർവീസുമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കസ്റ്റമേഴ്സ് നോക്കുന്നത്. പിന്നെ റിസർച്ചേഴ്സ് ഫോർ ഡാറ്റ കളക്ഷൻ, അവരെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തുന്നതിന് വേണ്ടി റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് കമ്പനീസ് ആൻഡ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ത് ചെയ്യുന്നു, അവർ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. അപ്പോൾ ഇത്തരം യൂസേഴ്സാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ നോട്ടിൽ എഴുതിയത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന് മീനിങ്, 2 ഡെഫിനിഷൻ, മറ്റൊന്ന് ഫങ്ഷൻസ്, മറ്റൊന്ന് യൂസേഴ്സ്. ഇതിലൂടെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്നുള്ളൊരു ഭാഗവും പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, താരതമ്യ പഠനം നടത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.
കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.